Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. പഴയങ്ങാടിയിൽ വൻ ലഹരിവേട്ട. MDMA-യും ഹൈബ്രിഡ് കഞ്ചാവും കെറ്റമിനുമായി 4 യുവാക്കൾ പോലീസ് പിടിയിൽ. പഴയങ്ങാടി വാടിക്കൽ സ്വദേശികളായ മുഹമ്മദ് സവാദ്, ഷബീർ, ഷമീൽ, മുഹമ്മദ് നസീൽ എന്നീ യുവാക്കളെയാണ് പഴയങ്ങാടി പോലീസ് പിടികൂടിയത്. പയ്യന്നൂരിൽ പട്ടാപ്പകൽ ബൈക്കിലെത്തി മാല പൊട്ടിച്ച് കള്ളൻ. റോഡരികിൽ പുല്ലുചെത്താനായി എത്തിയ പയ്യന്നൂർ കേളോത്തെ മായി കാർത്യായനിയുടെ 1.5 പവൻ സ്വർണമാലയാണ് ബൈക്കിലെത്തിയ കള്ളൻ കവർന്നത്. ഭക്തിയുടെ നിറവിൽ മാടായി ശ്രീ തിരുവർക്കാട്ടുകാവ് ക്ഷേത്രത്തിൽ കലശ മഹോത്സവം. മാടായിക്കാവിലെ പെരുങ്കളിയാട്ടം എന്നറിയപ്പെടുന്ന കലശ മഹോത്സവത്തിന്റെ ഭാഗമായി അനുഗ്രഹവർഷം ചൊരിഞ്ഞ് തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. ഭക്തി നിർഭരമായ തട്ടുപറിക്കൽ ചടങ്ങും നടന്നു. ദേശീയപാത നിർമ്മാണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കോടികളുടെ അഴിമതി നടത്തുവാനുള്ള ഉപാധിയാക്കി മാറ്റിയതാണ് പാതകൾ തകർന്നതിന് കാരണമായതെന്ന് കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസൽ. തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശദമായ വാർത്തകളിലേക്ക്. പഴയങ്ങാടിയിൽ വൻ ലഹരിവേട്ട. MDMA-യും ഹൈബ്രിഡ് കഞ്ചാവും കെറ്റമിനുമായി 4 യുവാക്കൾ പോലീസ് പിടിയിൽ. പഴയങ്ങാടി വാടിക്കൽ സ്വദേശികളായ മുഹമ്മദ് സവാദ്, ഷബീർ, ഷമീൽ, മുഹമ്മദ് നസീൽ എന്നീ യുവാക്കളെയാണ് പഴയങ്ങാടി പോലീസ് പിടികൂടിയത്. MDMA-യും ഹൈബ്രിഡ് കഞ്ചാവും കെറ്റമിനുമായി 4 യുവാക്കൾ പഴയങ്ങാടിയിൽ പിടിയിലായി. പഴയങ്ങാടി പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ പഴയങ്ങാടി SI K സുഹൈലും സംഘവുമാണ് ഇവരെ പിടികൂടിയത്. 20.91 ഗ്രാം MDMA, 9 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ്, 0.576 മില്ലിഗ്രാം കെറ്റമിൻ എന്നിവയാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത്. പഴയങ്ങാടി വാടിക്കൽ സ്വദേശികളായ മുഹമ്മദ് സവാദ്, ഷബീർ, ഷമീൽ, മുഹമ്മദ് നസീൽ എന്നീ യുവാക്കളെയാണ് ഇന്ന് രാവിലെ പഴയങ്ങാടി പോലീസും കണ്ണൂർ റൂറൽ SP-യുടെ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂരിൽ പട്ടാപ്പകൽ ബൈക്കിലെത്തി മാല പൊട്ടിച്ച് കള്ളൻ. റോഡരികിൽ പുല്ലുചെത്താനായി എത്തിയ പയ്യന്നൂർ കേളോത്തെ മായി കാർത്യാനിയുടെ 1.5 പവൻ സ്വർണമാലയാണ് ബൈക്കിലെത്തിയ കള്ളൻ കവർന്നത്. വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് സംഭവം. പയ്യന്നൂർ കേളോത്ത് വീട്ടുപരിസരത്ത് നിന്ന് പുല്ലുചെത്തുകയായിരുന്ന കാർത്യായനിയോട് ബൈക്കിലെത്തിയ കള്ളൻ എന്തോ ചോദിക്കാനെന്ന വ്യാജേനയെത്തി മാല പൊട്ടിച്ച് കടന്നു കളയുകയായിരുന്നു. ഉച്ചക്കൊരു 11 മണിയാകുമ്പോൾ ഞാനിങ്ങനെ കുറച്ച് പുല്ല് കത്താൻ വേണ്ടി ഇങ്ങനെ പോയി. അവിടെ നിൽക്കുമ്പം ഒരുത്തൻ വന്നിട്ട് മോട്ടോർ സൈക്കിളിൽ വന്നിട്ട് എന്നോട് ചോദിച്ചു, എന്തെന്നാണ് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഓൻ എൻ്റെ കൈ ഇങ്ങനെ ഇട്ടിട്ട് ഒറ്റ വലിക്കുന്നു. ഞാൻ ചോനെ പിടിച്ച് ഓൻ്റെ വയ്യത്തന്നെ പോയി. വയ്യത്തിന് പോകുമ്പോൾ ഞാനായിട്ട് വീണ് പോയില്ല എൻ്റെ വണ്ടി ഓടിക്കുമ്പോൾ. അങ്ങനെ നമുക്കൊന്നും പിടിച്ച് കിട്ടിയില്ല. എന്നിട്ട് ഇവർ എൻ്റെ മക്കളെല്ലാം ചാടിപ്പോയി ചെന്ന് അവരെ കിട്ടും. ഓനെ വേഗം പോയി. അപ്പോൾ വേറെ ഒരാൾ വന്നിട്ട് നോക്കിയിട്ട് അവരും വേഗത്തിൽ തന്നെ പോയി. അവരെ എങ്ങനെ കിട്ടിയിട്ടില്ല. അവരെ
ബേക്കിൽ അങ്ങനെ ബേക്കിൽ വന്നിട്ട് എന്നോ ചോദിക്കുന്ന സമയത്ത് തന്നെ ഓന എൻ്റെ കൈ എൻ്റെ വീട്ടിൽ പേര് ചോദിക്കുന്നത് തന്നെ പരിക്കലും കഴിഞ്ഞ് പോയി. ഞാനിങ്ങനെ നേരിൽ പിടിക്കാൻ പോകുമ്പോൾ എങ്ങനെയായിട്ട് എനിക്ക് പിടിക്കാം. കാർത്തിയാണ് വയസ്സ് 70 അടുത്തന്നെ പയ്യന്നൂർ ആ മാട്ടുവാസാറിൻ്റെ അടുക്ക ആ റോഡിൻ്റെ. 1.5 പവന്റെ മാലയാണ് കാർത്തിയായനിക്ക് നഷ്ടമായത്. ഉടൻ തന്നെ നാട്ടുകാരും ബന്ധുക്കളും എത്തി കള്ളനെ പിന്തുടർന്നെങ്കിലും കണ്ടെത്താനായില്ല. പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഭക്തിയുടെ നിറവിൽ മാടായി ശ്രീ തിരുവർക്കാട്ടുകാവ് ക്ഷേത്രത്തിൽ കലശ മഹോത്സവം. മാടായിക്കാവിലെ പെരുങ്കളിയാട്ടം എന്നറിയപ്പെടുന്ന കലശ മഹോത്സവത്തിന്റെ ഭാഗമായി അനുഗ്രഹവർഷം ചൊരിഞ്ഞ് തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. ഭക്തി നിർഭരമായ തട്ടുപറിക്കൽ ചടങ്ങും നടന്നു. ഉത്തര മലബാറിലെ ശാക്തേയ കാവുകളിൽ പ്രമുഖമായ സ്ഥാനം അലങ്കരിക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് മാടായി തിരുവർക്കാട്ടുകാവ്. തിരുവർക്കാട്ടുകാവിലെ കലശ മഹോത്സവം കാണാൻ ആയിരങ്ങളാണ് ഇന്ന് ക്ഷേത്രത്തിലെത്തിയിരിക്കുന്നത്. ക്ഷേത്രങ്ങളുടെ ക്ഷേത്രം എന്നാണ് മാടായി തിരുവർക്കാട്ടുകാവ് അറിയപ്പെടുന്നത്. കർണാടകയിൽ നിന്നുൾപ്പെടെ ആയിരങ്ങളാണ് ക്ഷേത്ര ദർശനത്തിന് ദിവസവും എത്തിച്ചേരുന്നത്. ക്ഷേത്ര നവീകരണ സമിതിയുടെയും ചിറക്കൽ ദേവസ്വത്തിന്റെയും നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിലെ മഹോത്സവ പരിപാടികൾ നടത്തിവരുന്നത്. രാവിലെ 7 മണിക്ക് മുതക്കലശം നിറക്കൽ ചടങ്ങോടെയാണ് ഇന്നത്തെ ചടങ്ങുകൾ ആരംഭിച്ചത്. കുഞ്ഞിമംഗലം കൊട്ടാരം തറവാട്, കൊള്ളിയൻ വളപ്പിൽ കക്കാടൻ തറവാട് എന്നിവർ മുതക്കലശ സമർപ്പണം നടത്തി. ക്ഷേത്രം മൂത്തപിടാരർ കലശവുമായി എത്തിയവരെ അനുഗ്രഹിച്ചു. കലശ മഹോത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളെക്കുറിച്ച് വർഷങ്ങളായി മാടായിക്കാവിൽ തട്ടിയെത്തിച്ച കൊട്ടാരത്തിൽ വത്സൻ വിശദീകരിച്ചു. അത് മധുരമധൂളി കുടിച്ച് കരാളമിറച്ച് ചവച്ച് രസങ്ങൾ പുളച്ചരുളുന്ന മഹേശ്വരിയാണ്. അപ്പോൾ ആ പുളച്ചരുളാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് കലശം എന്ന് പറഞ്ഞത് മദ്യം. ആ മദ്യമാണ് ഇവിടെ നമ്മൾ രാവിലെ നിറക്കുന്നത്. അതിന് മനോഹരമായ കഴുങ്ങുപൂക്കെല്ലാം പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ നാഡീ നരമ്പായിട്ടും, ചൊക്കിപ്പൂവ് മനുഷ്യ ശരീരത്തിലെ രക്തമായിട്ട് സങ്കല്പിക്കുന്നതാണ് ചൊക്കിയും ഇതെടുക്കുന്നത്. പിന്നെ ചാലിയർ കൊണ്ടുവരുന്ന മീനമൃതാണ് അതിന് ആ ചുറ്റും കൊട്ടുന്ന കൊള്ളി. ആ കൊള്ളിക്ക് ഓരോന്നിനും 3, 5 സ്പോട്ട് ഉണ്ടാവും. ആ സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ മത്സ്യം ചുട്ടിട്ട് അമ്മക്ക് നിവേദിക്കാം. മുമ്പ് കാപ്പിപ്പൊടി എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട്. തപ്പിയിട്ട് ഏറ്റവും വലിയ മീൻ കിട്ടിയാൽ ആരവത്തോടു കൂടി ഒച്ചയാക്കിയിട്ട് ആ മീൻ മടക്കോല നമുക്ക് സമർപ്പിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം അത് പോയിട്ട് ഇപ്പോൾ സാധാരണ തപ്പിക്കൊണ്ടുവന്നിട്ട് ആ ചുട്ടുന്ന ഇതാണ്. അതുപോലെ തന്നെ വൈകുന്നേരത്തെ കലശത്തിട്ടും അങ്ങനെ തന്നെയാണ്. ദാരികനെ വധിച്ച കാളിയായതുകൊണ്ട് ദാരികനെ വധിക്കുന്ന സങ്കല്പമാണ് ഈ തട്ടുപറിക്കുന്നത്. തട്ടുപറിച്ചിട്ട് അത് അതിൻ്റെ ചൊക്കി പൂവ് രക്തമായിട്ടും കഴുങ്ങും പൂക്കല, വെള്ള കഴുങ്ങും പൂക്കല നാഡീ നരമ്പായിട്ടും മനുഷ്യത്തിൽ നാഡീ നരമ്പായിട്ടും സങ്കല്പിക്കുന്നു. അത് വീണാൽ ആരെങ്കിലും ഒരാളെ തൊട്ട് പറിക്കുന്ന സമയത്ത് കയ്യോ കാലോ മുറിയും. ആ മുറിയുന്നത് രക്തം പൊടുന്നത് ദാരികനെ വധിച്ച കാളിയായിട്ട് സങ്കല്പിക്കുന്നു. കലശത്തട്ടുവരവ്, മീനമൃത്, തട്ടുപറിക്കൽ ചടങ്ങുകൾക്ക് ശേഷം ശ്രീ തിരുവർക്കാട്ടു ഭഗവതിയുടെ തിരുമുടി നിവർന്നു. തുടർന്ന് ക്ഷേത്രപാലകൻ മാഞ്ഞാളമ്മ, വേട്ടുവച്ചേകവൻ, ചുഴലി ഭഗവതി, കാളരാത്രി, സോമേശ്വരി തുടങ്ങിയ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നുമായി ആയിരങ്ങളാണ് പെരുങ്കളിയാട്ടം ദർശിക്കാൻ മാടായി തിരുവർക്കാട്ട് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ഉത്തര മലബാറിലെ ഒരു തെയ്യാട്ടക്കാലത്തിനു കൂടി സമാപനമാവുകയാണ്. മാടായിക്കാവിലെ പെരുങ്കളിയാട്ടം കാണാൻ ആയിരങ്ങളാണ് ഇന്ന് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്.
ദേശീയപാത നിർമ്മാണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കോടികളുടെ അഴിമതി നടത്തുവാനുള്ള ഉപാധിയാക്കി മാറ്റിയതാണ് പാതകൾ തകർന്നതിന് കാരണമായതെന്ന് കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസൽ ആരോപിച്ചു. തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയപാത നിർമ്മാണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കോടികളുടെ അഴിമതി നടത്താനുള്ള ഉപാധിയാക്കി മാറ്റിയതാണ് പാതകൾ തകർന്നടിയുന്നതിന് കാരണമായിട്ടുള്ളതെന്ന് കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസൽ തൃക്കരിപ്പൂർ അസംബ്ലി നിയോജക മണ്ഡലം കോൺഗ്രസ് നേതൃയോഗം ചെറുവത്തൂർ ഫാമേഴ്സ് ബാങ്ക് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരാർ ഏറ്റെടുത്തവരും ഉപകരാർ എടുത്തവരും നാടിന്റെ പരിസ്ഥിതി സന്തുലിതാവസ്ഥ ഇല്ലാതാക്കുന്ന തരത്തിൽ കുഴിച്ചെടുക്കുകയും ഇടിച്ചു നിരത്തുകയുമാണ് ചെയ്തതെന്ന് ഫൈസൽ ആരോപിച്ചു. യോഗത്തിൽ തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറിമാരായ K നീലകണ്ഠൻ, KPCC അംഗങ്ങളായ ശാന്തമ്മ ഫിലിപ്പ്, കരിമ്പിൽ കൃഷ്ണൻ, KV ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. ജൂൺ 11 മുൻപ് നിയോജക മണ്ഡലത്തിന് കീഴിലെ മുഴുവൻ മണ്ഡലങ്ങളിലും കോൺഗ്രസ് നേതൃയോഗം വിളിക്കുവാൻ തീരുമാനിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാടായി പാളയം മൈതാനം നാശത്തിന്റെ വക്കിൽ. മൈതാനം ഇപ്പോൾ സ്വകാര്യ വാഹനങ്ങളുടെ പാർക്കിംഗ് കേന്ദ്രമായെന്ന ആക്ഷേപം. പ്രതിഷേധം വ്യാപകം. പഴയങ്ങാടി മാടായി മേഖലയിലെ പ്രധാനപ്പെട്ട മൈതാനമാണ് മാടായി പാളയം മൈതാനം. മാടായി ബോയ്സ് ഹൈസ്കൂളിന്റെ കീഴിലുള്ള കളിസ്ഥലം പ്രധാന കായിക പരിശീലന കേന്ദ്രം കൂടിയാണ്. സമീപ പ്രദേശങ്ങളിൽ നിന്നെല്ലാം കായിക പരിശീലനത്തിനായി ഇവിടെ കായിക താരങ്ങൾ എത്താറുണ്ട്. മാടായി സബ് ജില്ലയിലെ 5000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന മത്സരവേദി കൂടിയായിരുന്നു ഇവിടം. എന്നാൽ ഇന്ന് ഈ കളിസ്ഥലം അധികൃതർ ശ്രദ്ധിക്കാതെ നാശത്തിന്റെ വക്കിലാണ്. മൈതാനം നിറയെ മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുന്നു. ചളിക്കുളമായ അവസ്ഥയാണ്. സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള കേന്ദ്രമായും ഇവിടം മാറിയിരിക്കുന്നു. ഇതിലൂടെ തലങ്ങും വിലങ്ങും വാഹനങ്ങൾ ഓടിക്കുന്നതായും പരാതിയുണ്ട്. ഈ മാടായിയിലെയും അതുപോലെ തന്നെ നമ്മുടെ സമീപ പഞ്ചായത്തുകളിലെയും കായിക പ്രേമികൾ ആശ്രയിക്കുന്ന ഈ പാളയം മൈതാനം, എരുപുരം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ കീഴിലുള്ള ഈ പാളയം മൈതാനത്തിൽ നിരവധിയായ അടുത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വരുന്ന പല വാഹനങ്ങളും ഈ മൈതാനത്തിന്റെ മധ്യത്തിൽ നിർത്തിക്കൊണ്ട് ഈ മൈതാനത്തെ നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഈ സമീപ സ്കൂളുകളിലെ സബ് ജില്ലാ കലോത്സവം ഉൾപ്പെടെയുള്ള സബ് ജില്ലാ ഗെയിംസ് ഉൾപ്പെടെ സ്പോർട്സ് ഉൾപ്പെടെ നടത്തുന്ന ഒരു മൈതാനമാണ്. ആ മൈതാനത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്ക് ഏവർക്കുമുണ്ട്. അതുപോലെ തന്നെ അത് നശിപ്പിക്കുന്നവർക്കെതിരെ കർശനമായ നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത്. മഴക്കാലത്ത് പോലും കായിക പരിശീലനം നടത്താൻ സാധിക്കുന്ന മൈതാനം സംരക്ഷിക്കാൻ നടപടി വേണമെന്നാണ് കായിക പ്രേമികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കഴിഞ്ഞ ദിവസം നിര്യാതനായ കടന്നപ്പള്ളി പാണപ്പുഴയിലെ സ്കൈ വിഷൻ ഉടമ TV കരുണാകരന് നാടിന്റെ അന്ത്യാഞ്ജലി. നിരവധി പേരാണ് അന്ത്യാഞ്ജലികൾ അർപ്പിച്ചത്. കഴിഞ്ഞ ദിവസം നിര്യാതനായ കടന്നപ്പള്ളി പാണപ്പുഴയിലെ സ്കൈ വിഷൻ ഉടമയും COA പയ്യന്നൂർ സൗത്ത് മേഖലാ മെമ്പറുമായിരുന്ന TV കരുണാകരന് നാടിന്റെ അന്ത്യാഞ്ജലി. വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ പാണപ്പുഴ സ്കൈ വിഷന് സമീപത്തെ EMS വായനശാലയിലും തുടർന്ന് സ്വദേശമായ ചെറുപുഴ ചുണ്ടയിലെ വീട്ടിലും നടന്ന പൊതുദർശനത്തിൽ പ്രദേശവാസികളും നാട്ടുകാരും കേബിൾ ഓപ്പറേറ്റർമാരും COA മേഖലാ ഭാരവാഹികളും ജില്ലാ സംസ്ഥാന ഭാരവാഹികളും അന്ത്യാഞ്ജലി അർപ്പിച്ചു. 11 മണിയോടെ ചുണ്ട സമുദായ ശ്മശാനത്തിൽ സംസ്കാരം നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. എരമംകുറ്റൂർ പഞ്ചായത്തിലും കുഞ്ഞിമംഗലം പഞ്ചായത്തിലും വിവിധ സംഘടനകളുടെയും സ്കൂളുകളുടെയും നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെയും കുഞ്ഞിമംഗലം കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനം ആഘോഷിച്ചു.
പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശീന്ദ്രൻ മുണ്ടയാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ പി.കെ. ഷീബ അധ്യക്ഷത വഹിച്ചു. NSS യൂണിറ്റിന്റെ കൽപ്പകം പദ്ധതിയുടെ ഭാഗമായി തെങ്ങിൻ തൈ നടീലും കാർഷിക വകുപ്പിന്റെ ഫലവൃക്ഷത്തൈ നടലും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടന്നു. ചടങ്ങിൽ കൃഷി ഓഫീസർ അമിത സിസിൽ, രമേഷ് ബാബു പാണ്ഡ്യാല, പുഷ്പ കൊയോൻ, NSS പ്രോഗ്രാം ഓഫീസർ സിന്ധു പടോളി എന്നിവർ സംസാരിച്ചു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് മാതമംഗലം വ്യവസായ കേന്ദ്രത്തിൽ വൃക്ഷത്തൈ നട്ടു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, അങ്കണവാടികൾ എന്നിവിടങ്ങളിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ട് വാർഡ് മെമ്പർമാർ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 7000-ഓളം തൈകളാണ് നട്ടുവളർത്തിയത്. ഇതാണ് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നട്ടുപിടിപ്പിച്ചത്. TK രാജൻ, K സരിത, MK കരുണാകരൻ മാസ്റ്റർ, മറ്റ് വാർഡ് മെമ്പർമാർ, ഹരിത കേരള മിഷൻ RP അരുൾ എന്നിവർ പങ്കെടുത്തു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിന്റെയും ഹരിത കേരള മിഷന്റെയും നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നടപ്പിലാക്കുന്ന നമ്മുടെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായ പച്ചത്തുരുത്തിൽ ഫലവൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനാഘോഷം നടത്തി. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല പയ്യന്നൂർ പ്രാദേശിക കേന്ദ്രത്തിൽ വെച്ച് കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ K മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ശോഭ K, പ്രൊഫസർ K വിഷ്ണു നമ്പൂതിരി, അരുൾ P, രഞ്ജിത്ത് VR തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് സതീശൻ പുളുക്കു സ്വാഗതവും, ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല പ്രാദേശിക കേന്ദ്രം NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അനിത നന്ദിയും പറഞ്ഞു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ മനോജ് കുമാർ VV രസിത, M രജില, ലീന പാടാച്ചേരി, അധ്യാപകർ, വിദ്യാർത്ഥികൾ വിജേഷ് M, മധു P, ഷീജ KV, രായപ്പൻ സ്റ്റാൻലി, തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിലെ സ്വാമി ആനന്ദതീർത്ഥ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, പയ്യന്നൂർ പ്രാദേശിക കേന്ദ്രത്തിലും പയ്യന്നൂർ കേന്ദ്രീയ വിദ്യാലയത്തിലും പച്ചത്തുരുത്തുകളിൽ വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് ആഘോഷിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് ക്യാമ്പസിലെ റോഡ് ജീവനക്കാർക്ക് ദുരിതമാകുന്നു. റീടാറിംഗ് നടത്തുന്നതിന് ജില്ലി പാകി 1 മാസം കഴിഞ്ഞിട്ടും ടാറിംഗ് നടത്തിയിട്ടില്ല. ഇതോടെ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ വിദ്യാർത്ഥികളും ജീവനക്കാരും ദുരിതത്തിലായി. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജിലെ റോഡ് ജീവനക്കാർക്ക് ദുരിതമായി മാറുകയാണ്. റോഡ് റീടാറിംഗ് നടത്തുന്നതിന് പാകിയ ജില്ലി കാരണമാണ് ക്വാർട്ടേഴ്സിലെ താമസക്കാരായ വിദ്യാർത്ഥികൾ, ഭിന്നശേഷിക്കാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് ഇത് ദുരിതം സൃഷ്ടിക്കുന്നത്. ജില്ലി പാകിയതിനു ശേഷം മറ്റു പ്രവൃത്തികൾ തുടങ്ങാതായതോടെ റോഡിലൂടെ നടന്നു പോകുന്നതും വാഹനങ്ങൾ ഓടിക്കുന്നതുമെല്ലാം ബുദ്ധിമുട്ടായി മാറുന്നു. കഴിഞ്ഞ വർഷം തന്നെ റോഡ് പണിക്ക് ആവശ്യമായ തുക പൊതുമരാമത്ത് വകുപ്പിൽ അടച്ചിരുന്നു. ടെൻഡർ നടപടികൾ വൈകിയതിനാലാണ് റോഡ് പണിയും വൈകുന്നത്. ജനപ്രതിനിധികൾ ഇടപെട്ട് എത്രയും വേഗം ടാറിംഗ് പണികൾ പൂർത്തിയാക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കരിവെള്ളൂർ കൂക്കാനം AKG വായനശാലയുടെ സമീപത്തെ വർഷങ്ങൾ പഴക്കമുള്ള സർവേ കല്ല് കൗതുകമുണർത്തുന്നു. മലയാളം അക്ഷരങ്ങളും വാക്കുകളും ഈ കല്ലിൽ കൊത്തിയിരിക്കുന്നത് കാണുന്നതാണ് കൗതുകമാകുന്നത്. കരിവെള്ളൂർ കൂക്കാനം വായനശാലയ്ക്ക് സമീപം വർഷങ്ങളായി അക്ഷരങ്ങൾ പേറി ഈ കല്ല് സ്ഥിതി ചെയ്യുന്നുണ്ട്. കാലങ്ങളായി ഇവിടെ നിലകൊള്ളുന്ന ഈ കല്ല് പ്രദേശവാസികൾക്ക് അത്ര പുതുമയുള്ള കാഴ്ചയില്ലെങ്കിലും ആദ്യമായി കാണുന്നവർക്ക് ഇത് കൗതുക കാഴ്ച തന്നെയാണ്. മലയാള അക്ഷരങ്ങളാണ് കല്ലിൽ കൊത്തിയെഴുതിയിരിക്കുന്നത്. കല്ലിന്റെ മുകൾ ഭാഗം തേഞ്ഞു മിനുസപ്പെട്ടത് ഇതിന്റെ കാലപ്പഴക്കം വിളിച്ചോതുന്നുണ്ട്. തങ്ങളുടെ ഓർമ്മ വെച്ച കാലം മുതൽ ഈ കല്ല് ഇവിടെയുണ്ടെന്ന് പ്രദേശത്തെ തലമുതിർന്നവർ പറയുന്നു. ഒരുപക്ഷെ പഴയകാലത്ത് ദേശാതിർത്തി സൂചിപ്പിച്ചിരുന്നതാവാം ഇത്. പഴയകാലത്ത് ദൂരം കണക്കാക്കിയിരുന്ന മയിൽക്കുറ്റിയാണെന്ന് ഒരു കൂട്ടർ അഭിപ്രായപ്പെടുന്നു. ഏതായാലും മതിലുകളും വേലിക്കെട്ടുകളും ഇല്ലാതിരുന്ന പഴയകാലത്തെ അതിർവരമ്പുകളെ അടയാളപ്പെടുത്തി സ്ഥാപിച്ചതായിരിക്കാം ഇത്. കാര്യങ്ങൾ കൃത്യതയോടെ അറിയണമെങ്കിൽ അതിന് പുരാവസ്തു വകുപ്പ് തന്നെ ഇടപെടേണ്ടിയിരിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരള ദിനേശ് BD പയ്യന്നൂർ ബ്രാഞ്ച് 1 നിന്നും വിരമിക്കുന്ന തൊഴിലാളികൾക്ക് യാത്രയയപ്പ് നൽകി. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. കേരള ദിനേശ് BD പയ്യന്നൂർ ബ്രാഞ്ച് 1 നിന്നും വിരമിക്കുന്ന തൊഴിലാളികൾക്ക് യാത്രയയപ്പ് നൽകി.
CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. ആ തകർച്ച എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റിനകത്താണ്. മറ്റ് സംസ്ഥാനങ്ങൾ അത്രത്തോളം അത് ബാധിച്ചിട്ടില്ല എന്നതാണ് ദേശീയ കമ്മിറ്റി യോഗം ചേർന്നപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് എന്നതാണ്. ഇന്ത്യയിൽ ഇപ്പോഴും 70 ലക്ഷത്തോളം വീട് തൊഴിലാളികളുണ്ട് എന്നതാണ് കേന്ദ്ര ഗവൺമെൻറ് ഒരു കണക്കിനകത്ത് പറയുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ 10,000-കണക്കിന് തൊഴിലാളികൾ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. EV പ്രസന്ന, KV വിലാസിനി, MV പത്മാവതി, PP ദേവകി, P ജാനു, C സതി, K രതി എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. NB ഭാസ്കരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മൂലച്ചേരി നാരായണൻ, M ഗോവിന്ദൻ, TP ലീല, M പുഷ്പലത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. CPIM കാങ്കോൽ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ EMS ഭവൻ കെട്ടിട നിർമ്മാണ കമ്മിറ്റി രൂപീകരണ യോഗം നടന്നു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. CPIM കാങ്കോൽ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി കാങ്കോൽ ടൗണിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ കെട്ടിട നിർമ്മാണ കമ്മിറ്റി രൂപീകരണ യോഗം കാങ്കോലിൽ നടന്നു. കുഞ്ഞാപ്പ് മാസ്റ്റർ പഠന കേന്ദ്രവും വായനശാലയും ഉൾപ്പെടെയുള്ള സൗകര്യമുള്ളതായിരിക്കും പുതിയ കെട്ടിടം. കെട്ടിട നിർമ്മാണ കമ്മിറ്റി രൂപീകരണ യോഗം TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. അതാണ് കൈക്കൂലി എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്ന, അപമാനിക്കുന്ന. ഇവിടെയുള്ളവരും നിലമ്പൂരിലുള്ളവരല്ല ആക്ഷേപിച്ചത്, ഈ കാങ്കോലിലുള്ളവരെയും ആക്ഷേപിച്ചു. നമ്മൾ അവകാശപ്പെട്ടൊരു പെൻഷൻ വാങ്ങുന്നത് ഇവന് കൈക്കൂലിയാണ് എന്ന് പറഞ്ഞാൽ ആര് പ്രതികരിക്കും? നാട് മുഴുവനും പ്രതികരിക്കും, കുടുംബം പ്രതികരിക്കും. എൻ്റെ അമ്മക്ക് പെൻഷൻ കിട്ടുന്നത് എങ്ങനെയോ കൈക്കൂലിയായത് എന്ന് ചോദിക്കുന്ന നിലയിലേക്ക് സമൂഹം പ്രതികരിക്കുന്ന നിലവിൽ അത് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ഒന്നും ഉണ്ടാവില്ല, നാട് ഒറ്റക്കെട്ടായിട്ടുണ്ടാവും. ഇങ്ങനെ എന്ത് വൃത്തികേട് പൊളിച്ചു പറയാം. അത് അപ്പം തന്നെ പൊളിക്കുന്നില്ലെങ്കിലോ കുറച്ച് സമയമെങ്കിലും അത് സത്യമായിട്ട്. നിങ്ങളെല്ലാവരും കണ്ടില്ലേ, ദേശീയപാത എന്ന് പറയുന്നത് പണി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ഒരു 50%, 60%, 70% പണി നടക്കുന്നത്. അതിൽ വിള്ളലുണ്ടാവും, മണ്ണിടിയും, മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അത് സ്വാഭാവികമായിട്ടൊരു കാര്യമല്ലേ. അഡ്വക്കേറ്റ് PP സിദിൻ ചടങ്ങിൽ അധ്യക്ഷനായി. P രാധാകൃഷ്ണൻ, KK കൃഷ്ണൻ, KP രാഘവൻ, KP കണ്ണൻ, PV വത്സല, NK ഗംഗാധരൻ മാസ്റ്റർ, K പത്മിനി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യന്നൂർ മുനിസിപ്പൽ ബ്ലോക്ക് സംയുക്താഭിമുഖ്യത്തിൽ PP ഭാസ്കരൻ മാസ്റ്റർ അനുസ്മരണവും ഫോട്ടോ അനാച്ഛാദനവും നടന്നു. KSSPU സംസ്ഥാന സെക്രട്ടറി K കരുണാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യന്നൂർ മുനിസിപ്പൽ ബ്ലോക്ക്, പയ്യന്നൂർ ബ്ലോക്കുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ PP ഭാസ്കരൻ മാസ്റ്റർ അനുസ്മരണവും ഫോട്ടോ അനാച്ഛാദനവും നടന്നു. പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ KSSPU സംസ്ഥാന സെക്രട്ടറി K കരുണാകരൻ മാസ്റ്റർ ഉദ്ഘാടനവും ഫോട്ടോ അനാച്ഛാദനവും നിർവഹിച്ചു. ഓരോ പ്രവർത്തനം ഏറ്റെടുക്കുമ്പോൾ ഇന്ന പ്രവർത്തനം ഇന്ന ആളെ ഏറ്റെടുക്കണം, ഇന്ന തരത്തിൽ കൊണ്ടുപോകണം എന്ന രീതിയിൽ വളരെ നേരത്തെ കാലത്ത് തന്നെ അദ്ദേഹം പറഞ്ഞ് ഞങ്ങളൊക്കെ ചട്ടം കെട്ടി കൊടുക്കുമായിരുന്നു. ഞാനിപ്പോൾ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ്. ഈ സംസ്ഥാന കമ്മിറ്റി മെമ്പറായിരുന്ന സമയത്ത് ഭാസ്കരൻ മാസ്റ്റർ സ്ഥാനം ഒഴിഞ്ഞപ്പോഴാണ് എനിക്ക് സംസ്ഥാന കമ്മിറ്റി മെമ്പറാവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്ന് ഒരു അവസാനത്ത കമ്മിറ്റിയുണ്ട്. കാരണം സംസ്ഥാന കമ്മിറ്റി പുതിയ ആൾ ചാർജ് എടുക്കുമ്പോഴും പഴയ ആൾ ഒഴിയുമ്പോഴും ഒരു സംയുക്ത കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വിളിച്ച് ചേർക്കാണ്. ആ കമ്മിറ്റി യോഗത്തിൽ വിളിച്ച് ഞാൻ ഇന്ന് ഓർക്കുകയാണ്. അവിടെ കമ്മിറ്റി യോഗത്തിൽ വിളിച്ച് ചേർന്നപ്പോൾ ആ യോഗം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും ഞാനത് പറയും, കണ്ണാരന്ന് യോഗം കഴിഞ്ഞ് വേഗം പോരുത്, ഇവിടെ നിൽക്കണം, അവിടെ നിന്ന് യോഗം കഴിഞ്ഞ ശേഷം വാ എന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടുപോയി AGS ഓഫീസിൽ കൊണ്ടുപോയി. AGS ഓഫീസിൽ ഓരോ മേശയിലും ഇന്ന് പോയാൽ നടക്കുമെന്ന് ചോദിച്ചാൽ നടക്കില്ല. പയ്യന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് K ദാമോദര പൊതുവാൾ അധ്യക്ഷത വഹിച്ചു. KSSPU സംസ്ഥാന കമ്മിറ്റി അംഗം PV പത്മനാഭൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. VP കിരൺ, KV കുഞ്ഞിരാമൻ മാസ്റ്റർ, A രാമചന്ദ്രൻ, K ദേവകി ടീച്ചർ, CI വത്സല, NK രാഘവൻ മാസ്റ്റർ, മുനിസിപ്പൽ ബ്ലോക്ക് സെക്രട്ടറി NV കുഞ്ഞിരാമൻ, P കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, നാഷണൽ സർവീസ് സ്കീം, പരിസ്ഥിതി ക്ലബ്ബ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഓണത്തിന് പൂക്കളമൊരുക്കാൻ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചു. സ്കൂളിന് സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ 50 സെന്റോളം വരുന്ന സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കമിട്ടത്.
ഓണത്തിനൊരു പൂക്കൂട, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളൂർ, നാഷണൽ സർവീസ് സ്കീം, പരിസ്ഥിതി ക്ലബ്ബ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഓണത്തിന് പൂക്കളം ഒരുക്കാൻ വേണ്ടി നാട്ടിൽ തന്നെ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചു. സ്കൂളിന് സമീപമുള്ള പ്രിയ പ്രകാശൻ എന്നയാളുടെ ഏകദേശം 50 സെന്റോളം വരുന്ന സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കമിട്ടത്. വാർഡ് മെമ്പർ ടി ദാക്ഷായണി പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ കെ ജയചന്ദ്രൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ PTA പ്രസിഡന്റ് രാജേഷൻ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക ദീപ VM, PTA പ്രസിഡന്റ് ദീപ്തി PC, NSS പ്രോഗ്രാം ഓഫീസർ രാജലക്ഷ്മി, പരിസ്ഥിതി ക്ലബ്ബ് കോർഡിനേറ്റർ നീമായ, ബീന VV, രൂപ T എന്നിവർ സംസാരിച്ചു. ചെണ്ടുമല്ലി കൃഷിക്കൊപ്പം മഞ്ഞൾ, ചേന തുടങ്ങിയവയും കൃഷി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷവും NSSന്റെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി കൃഷി ചെയ്തിരുന്നു. നിറയെ പൂക്കൾ ഉണ്ടാകുന്ന മഞ്ഞയും ഓറഞ്ചുമാണ് തോട്ടുവാളിയിലെ മേരി മാത അഗ്രോ നഴ്സറിയിൽ നിന്നും വാങ്ങിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവും മുനിയൻകുന്ന് സമരസേനാനിയും പയ്യന്നൂർ മുൻ MLAയുമായിരുന്ന CP നാരായണന്റെ 29ാമത് ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. കുറ്റൂരിൽ നടന്ന അനുസ്മരണം CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവും മുനിയൻകുന്ന് സമരസേനാനിയും പയ്യന്നൂർ മുൻ MLAയുമായിരുന്ന CP നാരായണന്റെ 29ാമത് ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. കുറ്റൂരിൽ നടന്ന അനുസ്മരണം CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രിയെ വിളിച്ചറിയാൻ കഴിച്ച് നമ്മൾ പ്രധാനമന്ത്രിയെ വിളിച്ചു. മുമ്പിൽ വന്നപ്പോൾ നാട്ടിൽ മുഴുവൻ ബോർഡിൽ വെച്ചിരിക്കുക മോദിജി നന്ദി, വെളിഞ്ഞം പോർട്ട് ഉണ്ടാക്കിയത് നന്ദി. ആ പരിപാടി തുടങ്ങിയപ്പോൾ വിദ്വാൻ കയറി സ്റ്റേജിൽ കയറിയിട്ട് മുദ്രാവാക്യം വിളിക്കും. BJP നേതാവ് സാക്ഷാൽ രാജീവ് ചന്ദ്രശേഖരൻ, നല്ല മലയാളം അറിയുന്ന രാജീവ് ചന്ദ്രശേഖരൻ മുമ്പിൽ അവിടെ കയറി മുദ്രാവാക്യം വിളിക്കും. എന്താ കാര്യം? നിങ്ങൾ ആലോചിച്ചു നോക്കുക. ആ വെളിഞ്ഞം പോർട്ടിന് വേണ്ടി ചെലവഴിച്ച തുക, ആ തുകയിൽ 5600 കോടി രൂപ ചെലവഴിച്ച പ്രദേശം, സംസ്ഥാനത്തിന്റെ പേര് കേരളം. 5600 കോടി രൂപ. ആ തുക മുഴുവൻ ചെലവഴിച്ച സർക്കാരിന്റെ പേര് പിണറായി സർക്കാർ. 5600 കോടി രൂപ ഇന്ന് ചെലവഴിച്ച അദാനിക്കാരൻ. MK കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. TI മധുസൂദനൻ MLA, C കൃഷ്ണൻ, V നാരായണൻ, P ശശിധരൻ, P ബാലകൃഷ്ണൻ, MP ദാമോദരൻ, P ദാക്ഷായണി, K തമ്പാൻ, PP കോരൻ, PV കമലാക്ഷൻ, P സജികുമാർ, KV ഗോപിനാഥൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. അഖിലേന്ത്യാ കിസാൻ സഭ കണ്ണൂർ ജില്ലാ കൗൺസിലിന്റെ നേതൃത്വത്തിൽ മാടായിപ്പാറയിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. കിസാൻ സഭ ജില്ലാ സെക്രട്ടറി CP ഷൈജൻ ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ കിസാൻ സഭ കണ്ണൂർ ജില്ലാ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണം മാടായിപ്പാറയിൽ കിസാൻ സഭ ജില്ലാ സെക്രട്ടറി CP ഷൈജൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണാടിയൻ ഭാസ്കരൻ അധ്യക്ഷനായി. കിസാൻ സഭ കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കരുണ, BKMU ജില്ലാ പ്രസിഡന്റ് PV ബാബുരാജേന്ദ്രൻ, T ഉത്തമൻ, വിവേക് വാടിക്കൽ, രാജേഷ് എരിപുരം തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. കൈതപ്പുറത്ത് പാണപ്പുഴ വില്ലേജ് ഓഫീസിന് സമീപത്തായാണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. കൈതപ്പുറത്ത് പാണപ്പുഴ വില്ലേജ് ഓഫീസിന് സമീപത്തായാണ് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. 2 ദിവസത്തോളമായി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് വെള്ളമൊഴുകി സമീപത്തെ വീടിനരികിലേക്കും പറമ്പുകളിലേക്കും ചെന്നെത്തിയിരിക്കുകയാണ്. വെള്ളക്കെട്ട് കാരണം വീട്ടുകാർ ദുരിതമനുഭവിക്കുകയാണ്. വാട്ടർ അതോറിറ്റി അധികൃതരെ വിവരം അറിയിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പൊട്ടിയ പൈപ്പ് നന്നാക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കരിവെള്ളൂർ മാന്യഗുരു സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണവും സയൻസ് ക്ലബ്ബ് രൂപീകരണവും സംഘടിപ്പിച്ചു. ഫോറസ്റ്റ് പാർക്കിന്റെ ഉടമയും പരിസ്ഥിതി പ്രവർത്തകനുമായ P അബ്ദുൽ കരീം പരിപാടി ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ മാന്യഗുരു UP സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണവും സയൻസ് ക്ലബ്ബ് ഉദ്ഘാടനവും നടന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സങ്കേതമായ ഫോറസ്റ്റ് പാർക്കിന്റെ ഉടമയും പരിസ്ഥിതി പ്രവർത്തകനുമായ P അബ്ദുൽ കരീം പരിസ്ഥിതി ദിനാചരണം വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി പ്രവർത്തകനും അധ്യാപകനുമായിരുന്ന PV നാരായണൻ മാസ്റ്റർ സയൻസ് ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് PC ശ്രീജിത് കുമാർ ചടങ്ങിൽ അധ്യക്ഷനായി.
പരിസ്ഥിതി ദിന ക്വിസിൽ വിജയികളായ കുട്ടികൾക്കുള്ള സമ്മാനദാനവും നടന്നു. PTA വൈസ് പ്രസിഡന്റ് K. ബിജു, P. രമ ടീച്ചർ, റിജി K, പ്രശാന്ത് KP, സീനിയർ അസിസ്റ്റന്റ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കർഷക സംഘം ആലപ്പടമ്പ് വെസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാളെയുടെ പച്ചപ്പിനായി കൈകോർക്കാം പരിപാടി സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ആലപ്പടമ്പ് വെസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാളെയുടെ പച്ചപ്പിനായി കൈകോർക്കാം എന്ന പരിപാടി സംഘടിപ്പിച്ചു. ചെറുപ്പാറ ആൽമരത്തിന്റെ താഴെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മളിന്ന് രാവിലെ മുതൽ ഞാൻ ഒരു 4-5 സ്കൂളിനകത്ത് ഞാൻ പോയി. ഞാൻ കുട്ടികളോട് പറഞ്ഞിട്ട് ഒരു കാര്യം, അടുത്ത വർഷവും നിങ്ങൾ വെച്ച അതേ കുഴിയിൽ ഈ മരം വെക്കാൻ ഇടവരുത്തരുത്. കാരണം ഒരു മരം നട്ടാൽ മതി, അത് സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തണം. അതാണ് കൃഷ്ണാട്ടൻ ഇപ്പോൾ ചെയ്തത്. 30 വർഷങ്ങൾക്ക് മുമ്പേ ചുട്ടുവീഴുന്ന വെയിൽ ഒരാൾക്ക് പോലും ഇവിടെ വന്ന് നിൽക്കാൻ പറ്റാത്ത സ്ഥലത്താണ് ഒരു ആലിൻ്റെ തൈ നട്ട് അതെങ്ങനെയെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി പറ്റുമോ അതെല്ലാം കൃഷ്ണാട്ടൻ ചെയ്ത് ഏറ്റവും അഭിമാനകരമായിട്ട് ഇന്നിപ്പോൾ നമുക്ക് അതിൻ്റെ കീഴിൽ വെച്ചിട്ട് കൃഷ്ണാട്ടൻ നമുക്ക് ആദരിക്കാൻ വേണ്ടി പറ്റി. ചടങ്ങിൽ TK ശങ്കരൻ മാസ്റ്റർ അധ്യക്ഷനായി. ചെറുപ്പാറയിൽ പടർന്നു പന്തലിച്ച ആൽമരം 30 വർഷങ്ങൾക്ക് മുൻപ് നട്ട് പരിപാലിച്ച് വളർത്തിയെടുത്ത പുതുക്കൈ കൃഷ്ണനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ആൽമരത്തിന് ചുറ്റും ചങ്ങല തീർത്ത് പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞയെടുത്തു. എങ്കിലും മുതലാളിത്തം സാമ്രാജ്യത്വ മോഹങ്ങളിലേക്ക് ഉദിക്കുമ്പോൾ PV ബാലൻ, V രതീഷ്, K മനോഹര ബാബു, KP കമലാക്ഷൻ, K വിജയൻ മാസ്റ്റർ, K ശ്രീരേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഉദിനൂർ സെൻട്രൽ AUP സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനം വിവിധ പരിപാടികളോടെ നടന്നു. ഫോക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ V ജയരാജൻ പരിസ്ഥിതി അവലോകനം നടത്തി. ഉദിനൂർ സെൻട്രൽ AUP സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനം വിവിധ പരിപാടികളോടെ നടന്നു. വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത ഫോക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ V ജയരാജൻ പരിസ്ഥിതി അവലോകനം നടത്തി. ഹെഡ്മാസ്റ്റർ രാജേഷ് സ്വാഗതം പറഞ്ഞു. പരിപാടിയിൽ മോഹൻ ഉദിനൂർ എഴുതിയ പരിസ്ഥിതി ഗാനങ്ങളും കവിതകളും അവതരിപ്പിച്ചു. കവിത പിലിക്കോട് രാജനും കവിത വേദ ജയനും ആലപിച്ചു. പവിത്രൻ, ഉഷാലത, തീർത്ഥ ജയൻ എന്നിവർ പരിസ്ഥിതി ഗാനം ആലപിച്ചു. TI മധുസൂദനൻ MLAയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സ്റ്റെപ്സ് മണ്ഡല സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി അനുമോദന പരിപാടി സംഘടിപ്പിക്കുന്നു. SSLC +2 പരീക്ഷകളിൽ A+ ജേതാക്കളായ വിദ്യാർത്ഥികളെയും 100% വിജയം കൈവരിച്ച വിദ്യാലയങ്ങളെയും അനുമോദിക്കും. വിജയികളെ അനുമോദിക്കുന്ന പരിപാടി പയ്യന്നൂർ മണ്ഡലത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ പഠനഭാരം ലഘൂകരിക്കാനും ഏറ്റവും പുതിയ കാര്യങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുന്നതിനും വിദ്യാഭ്യാസ അന്തരീക്ഷം നല്ല നിലയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിച്ച് മണ്ഡലത്തിൽ കൊണ്ടുപോകുന്ന പദ്ധതിയാണ് സ്റ്റെപ്സ്. അതിൻ്റെ നേതൃത്വത്തിലാണ് ഈ 9-ാം തീയതി തിങ്കളാഴ്ച SSLC +2 മുഴുവൻ A+ നേടിയിട്ടുള്ള കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങ് പയ്യന്നൂർ അയോധ്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് രാവിലെ 9 മണി മുതൽ സംഘടിപ്പിക്കണം എന്ന് നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മുടെ മണ്ഡലത്തിൽ 3075 കുട്ടികളാണ് SSLC പരീക്ഷ എഴുതിയത്. TI മധുസൂദനൻ MLAയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സ്റ്റെപ്സ് മണ്ഡല സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി SSLC +2 പരീക്ഷകളിൽ A+ ജേതാക്കളായ വിദ്യാർത്ഥികളെയും 100% വിജയം കൈവരിച്ച വിദ്യാലയങ്ങളെയും മറ്റു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അനുമോദിക്കുന്നു. ജൂൺ 9 തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് പയ്യന്നൂർ അയോധ്യ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അനുമോദന പരിപാടിയിൽ ആൽഫ്രഡ് OV IAS ഉദ്ഘാടന പ്രഭാഷണം നടത്തും. സംഗീതജ്ഞരായ രമേശ് നാരായണൻ, മകൾ മധുവന്തി നാരായണൻ, സ്വാമി കൃഷ്ണാനന്ദ ഭാരതി എന്നിവരും ചടങ്ങിൽ സംബന്ധിക്കും. മാധ്യമസമ്മേളനത്തിൽ TI മധുസൂദനൻ MLA, VP മോഹനൻ, ശശി വട്ടക്കോവൽ, VK നിഷ, CV രാജു എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ കാറമേൽ മൂച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ജൂൺ 7 മുതൽ 12 വരെ നടക്കുന്ന പുനഃപ്രതിഷ്ഠ അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശ മഹോത്സവത്തിന് മുന്നോടിയായി കലവറ നിരക്കൽ ഘോഷയാത്ര നടത്തി. വെള്ളൂർ ബാങ്ക് പരിസരത്ത് നിന്ന് ആരംഭിച്ച ഘോഷയാത്ര മുച്ചിലോട്ട് ക്ഷേത്ര സന്നിധിയിൽ സമാപിച്ചു.
അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഴയങ്ങാടിയിൽ വൻ ലഹരിവേട്ട. MDMA-യും ഹൈബ്രിഡ് കഞ്ചാവും കെറ്റമിനുമായി 4 യുവാക്കൾ പോലീസ് പിടിയിൽ. പഴയങ്ങാടി വാടിക്കൽ സ്വദേശികളായ മുഹമ്മദ് സവാദ്, ഷബീർ, ഷമീൽ, മുഹമ്മദ് നസീൽ എന്നീ യുവാക്കളെയാണ് പഴയങ്ങാടി പോലീസ് പിടികൂടിയത്. പയ്യന്നൂരിൽ പട്ടാപ്പകൽ ബൈക്കിലെത്തി മാല പൊട്ടിച്ച് കള്ളൻ. റോഡരികിൽ പുല്ലുചെത്താനായി എത്തിയ പയ്യന്നൂർ കേളോത്തെ മായി കാർത്യായനിയുടെ 1.5 പവൻ സ്വർണമാലയാണ് ബൈക്കിലെത്തിയ കള്ളൻ കവർന്നത്. ഭക്തിയുടെ നിറവിൽ മാടായി ശ്രീ തിരുവർക്കാട്ടുകാവ് ക്ഷേത്രത്തിൽ കലശ മഹോത്സവം. മാടായിക്കാവിലെ പെരുങ്കളിയാട്ടം എന്നറിയപ്പെടുന്ന കലശ മഹോത്സവത്തിന്റെ ഭാഗമായി അനുഗ്രഹവർഷം ചൊരിഞ്ഞ് തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. ഭക്തി നിർഭരമായ തട്ടുപറിക്കൽ ചടങ്ങും നടന്നു. ദേശീയപാത നിർമ്മാണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കോടികളുടെ അഴിമതി നടത്തുവാനുള്ള ഉപാധിയാക്കി മാറ്റിയതാണ് പാതകൾ തകർന്നതിന് കാരണമായതെന്ന് കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസൽ. തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.